റമളാൻ കരിച്ചു കളയുന്നത്, നമ്മുടെ തിന്മകളെ കരിച്ചു കളയാനുള്ള മാസമാക്കി ഈ റമളാനെ നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓരോ റമളാനും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടാണ് നാം അതിലേക്ക് പ്രവേശിക്കാറുള്ളത്. പലപ്പോഴും ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ അത് ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും പിന്നീട് അതിൽ പ്രയാസങ്ങൾ വരികയും ചെയ്യുന്നത് സാധാരണയാണ്. എന്നാൽ ഈ റമളാൻ നമുക്ക് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് മാനസികമായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. പള്ളിയും വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ വൃത്തിയായി മാനസികമായിട്ട് റമളാന് വേണ്ടി മുന്നൊരുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നോമ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഖുർആൻ പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ സൂക്ഷ്മതാബോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി, ദൈവീക സ്മരണ നിലനിർത്താൻ വേണ്ടി നമുക്ക് നോമ്പിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നോക്കൂ, എവിടെയാണ് സമാധാനം എന്ന് ഖുർആൻ പറയുന്നത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. ഈ നോമ്പ് കൊണ്ട് നമുക്ക് ദൈവീക സ്മരണ നിലനിർത്താൻ പറ്റണം. എവിടെയൊക്കെയാണോ അള്ളാഹുവിനെ മറന്നു പോകുന്നത്, എവിടെയൊക്കെയാണോ ഇസ്ലാമിക വാല്യൂ മറന്നു പോകുന്നത്, അവിടെയൊക്കെ നമുക്ക് പടച്ചവനെ ഓർത്ത് ആ വാല്യൂസ് കാത്തു സൂക്ഷിക്കാൻ ഈ നോമ്പ് കാലം നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. നിരന്തരം ചെയ്തു പോകുന്ന ശീലങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് പുതിയതായിട്ടുള്ള നന്മകളെ അധികരിപ്പിക്കുവാൻ ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റമളാൻ. ധാരാളമായി പാപമോചനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ആ പാപമോചനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഏറ്റു പറയാമെന്ന് ആഗ്രഹിക്കുന്ന തെറ്റുകളെ ഓർത്തെടുത്ത് സമയമെടുത്ത് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കരയാൻ പറ്റുന്നത് ഒരു സംഗതിയെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുമ്പോഴാണ്. ഇതേപോലെ തെറ്റുകളെ ഓർത്തെടുത്ത് സമയമെടുത്ത് അള്ളാഹുവിനോട് പറയാൻ പറ്റുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയും, ഖൽബ് പിടയും. അതുകൊണ്ടാണ് ഇദാ ദുക്കിറല്ലാഹു വജ്ലത് ഖുലൂബുഹും, സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഹൃദയം വിറയ്ക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ തൻ്റെ തെറ്റുകളെ അള്ളാഹുവിന് മുമ്പിൽ പറയാൻ പറ്റുന്ന, തൻ്റെ സങ്കടങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ പറയാൻ പറ്റുന്ന, സന്തോഷങ്ങളെയും പറയാൻ പറ്റുന്ന ഒരു റമളാൻ മാസമാക്കി ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നാലാമത്തത്, ഖുർആന്റെ മാസമാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗപ്പെടുത്തും. ഖത്തം തീർക്കുന്ന ഒരു ശൈലി ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്താണ് ഖുർആൻ എന്നോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കണം. കുറേ കാലമായി ഖുർആൻ ഓതിയിട്ടും ഒരായത്തും എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജിതരാണ്. ഒരു 10 ആയത്ത് പോലും കാണാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നാം പരാജിതരാണ്. അതുകൊണ്ട് അങ്ങനെ ഖുർആൻ കാണാതെ പഠിക്കാനും ആശയങ്ങൾ പഠിക്കാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി, ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും. സംസാര മര്യാദയും ക്ഷമയും പരിഗണനയും പുഞ്ചിരിയും ഒക്കെയായി സംസാരത്തിൽ നമുക്ക് സൂക്ഷ്മത കൈവരിക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും നല്ല നോമ്പ് കാലമായി ഈ നോമ്പിനെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകട്ടെ.